നമ്മളെ പ്രദീപ് രംഗനാഥിന്റെ മൂന്നാമത് 100 കോടി സിനിമ ഡ്യൂഡ്. മച്ചാൻ ആകെ 3 സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, അത് 3ഉം 100 കോടി. ഇതിനേക്ക് മുമ്പ് കോമാളി എന്ന സിനിമയിൽ പുള്ളി ഒരു ക്യാമിയോ റോള് ചെയ്തിട്ടുണ്ട്. ആ സിനിമയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്നെങ്കിൽ പുള്ളിയുടെ ഫേസ് മാത്രം മതി ഒരു സിനിമയെ ഹിറ്റാക്കാൻ. അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ മച്ചാന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ്. പുള്ളിയുടെ 3 സിനിമയും 3 കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ 3 കാര്യങ്ങളും സോഷ്യലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സ് ആണ്. ഇപ്പോൾ ലവ് ടുഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയ ആയിരുന്നു. അതുപോലെ ഡ്രാഗന്റെ കാര്യം പറയണമെങ്കിൽ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു. ഇങ്ങനെ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പുള്ളിയുടെ സിനിമയിൽ സംസാരിച്ചു പോകുന്നത്. സോ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഡ്യൂഡ് എന്ന സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സിനിമയിലെ ലോജിക് ഇല്ലായ്മയാണ്. സിനിമ കാണുന്ന ഓഡിയൻസ് എപ്പോഴും ചിന്തിക്കുക ഇതിൽ ലോജിക്ക് എവിടെയെന്നാണ്. പ്രത്യേകിച്ച് ഇത് അങ്ങനെ ഒരു ജോണറിൽ വരുന്ന സിനിമയായതുകൊണ്ട്. ഇപ്പോൾ ഇതൊരു മാസ് മസാല പടമായിരുന്നെങ്കിൽ ലോജിക്കിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ലായിരുന്നു. മറിച്ച് ഇതൊരു റൊമാൻറ്റിക് കോമഡി ടച്ച് വരുന്ന സിനിമയായതുകൊണ്ട് ഓഫ് കോഴ്സ് എല്ലാവരും ലോജിക്കായി ചിന്തിക്കും. സിനിമ ലോജിക്ലെസ് ആണ്, കഥ പോരാ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിലെ ഓരോ ഫീച്ചേഴ്സിനും നമുക്ക് ഓരോ റേറ്റിംഗ് കൊടുത്താലോ? നിങ്ങൾക്ക് തോന്നുന്ന റേറ്റിംഗ് കമന്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സിനിമയുടെ റൈറ്റിംഗ് എടുത്ത് നോക്കിയാൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പലയിടത്തും ക്രിഞ്ച് ആയിട്ടുള്ള കുറെ ഡയലോഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പലതും അരോചകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും എഴുതി വെച്ച അവരുടെ കഷ്ടപ്പാടിനെ മാനിച്ച് 5ൽ ഒരു 2.5 റേറ്റിംഗ് കൊടുക്കാം. രണ്ടാമത്തത് സ്റ്റോറി. കാണുന്നവന്മാരെ സൈക്കോകളാക്കുന്ന ഒരു വേസ്റ്റ് കഥയാണ് സിനിമയിലുള്ളത്. ലാസ്റ്റ് ഇതിൽ മമിത ബൈജുന്റെ കുരൽ എന്ന ക്യാരക്ടർ ആരുടെ ഭാര്യയാണെന്ന് എനിക്ക് ഇനി ഒരു ഡൗട്ട് വന്നു. കാര്യം കുറച്ച് ടൈം ഇവള് പാർട്ടിയുടെ കൂടെ റൊമാൻസിലായിരിക്കും, ബാക്കിയുള്ള സമയം അഗനുമായിട്ട് റൊമാൻസിലാണ്. എന്തുവാണ് ഇതൊക്കെ? അതുകൊണ്ട് സ്റ്റോറിക്ക് നമുക്കൊരു 1.5 റേറ്റിംഗ് കൊടുക്കാം. പിന്നെ ഇതിലെ എഡിറ്റിംഗിൽ എനിക്കൊരു പാളിച്ചം തോന്നിയില്ല. നമുക്ക് ആ കഥ ഇഷ്ടപ്പെടാതെ പോയത് സ്റ്റോറി ഉണ്ടാക്കിയ ആളിന്റെ കുഴപ്പമാണ്. പക്ഷെ എഡിറ്റേഴ്സ് അവരുടെ പണി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനം അകൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തുള്ള എഡിറ്റിംഗ് ഒക്കെ മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നാലാമത്തേത് പെർഫോമൻസ്. എനിക്കിതിൽ കുറച്ചെങ്കിലും നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയത് ശരത് കുമാറിന്റെയും പിന്നെ മമിത ബൈജുവിന്റേതുമാണ്. മിനിസ്റ്ററായ ശരത് കുമാറിന്റെ വില്ലൻ ക്യാരക്ടറും പിന്നെ അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നല്ല മനുഷ്യനാവുന്നതുമൊക്കെ കുറച്ചുകൂടി ഈ സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അക്സെപ്റ്റബിൾ ആയിരുന്നു. അതുപോലെ പ്രദീപ് രംഗനാഥിന്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസും നൈസ് ആയിരുന്നു. പക്ഷേ ഇവൻ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച കുറച്ച് അരോചക സംഭവങ്ങളുടെ ഇടയിൽ അതൊക്കെ മുങ്ങിപ്പോയി. അരോചകം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രജനീകാന്തിനെ പോലെ സ്റ്റൈല് കാണിച്ചതാണ്. മച്ചാന് അതൊട്ടും ചേരുന്നില്ല. ഫസ്റ്റ് ഹാഫ് മുഴുവനും അങ്ങനെ പോയി. പിന്നെ ഇതിൽ ഇവരുടെ കൂടെ നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഓവറായിരുന്നു. ഓവറാൾ പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ 5ൽ 2.5 കൊടുക്കാം. ഇതൊരു നോർമൽ സിനിമയായതുകൊണ്ട് VFXന്റെ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ സ്റ്റോറിക്ക് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് 5 ഔട്ട് ഓഫ് 5 കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഇതിലെ മ്യൂസിക്. ഇതിലാകെ ഒരു പാട്ടേ ഉള്ളൂ, പക്ഷേ ആ പാട്ട് നല്ല വൈറലായി, അത് വേറെ കാര്യം. ആ ഒരു പാട്ട് തന്നെ മുറിച്ച് എല്ലാ സീനിലും കൊടുത്തിട്ടുണ്ട്. റൊമാൻസ് വന്നാലും കോമഡി വന്നാലും ഇനിയിപ്പോ ഇമോഷണൽ സീൻ വന്നാലും നമുക്ക് ഈ പാട്ട് പല വേരിയേഷൻസിൽ കേൾക്കാം. പിന്നെ ഇറക്കിയ ഒരു പാട്ട് തന്നെ ഇത്ര ഹിറ്റ് ആയതുകൊണ്ട് മ്യൂസിക്കിന്റെ റേറ്റിംഗ് നമുക്കൊരു 3.5 കൊടുക്കാം. ഈ സിനിമ ഫിനാൻഷ്യലി ഭയങ്കര സക്സസ് ആണെന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് വെറുത്തു പോകുന്നത്. സക്സസ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം തമിഴ് ഓഡിയൻസിന് ഈ സിനിമ നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ലോകയും പിന്നെ DSRയൊക്കെയാണ്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, വണക്കം.